ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ മൈദയും എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെറും ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയ കപ്പാണ് കേട്ടോ. വലിയൊരു കപ്പ് 250 ml കപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ചേരുവകളും അതനുസരിച്ച് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയും മൈദയും ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർക്കുന്നുണ്ട്. ഓയിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്. അപ്പോൾ സ്പൂൺ കൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ആ ടൈമിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോ ബോൾസായിട്ട് എടുക്കാം. ബോൾസായിട്ട് എടുത്തതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഒരുപാട് ചപ്പാത്തിക്ക് എടുക്കുന്ന അത്രയും വലുപ്പത്തിൽ എടുക്കണ്ട. പക്ഷേ ഇത് അത്യാവശ്യം പൂരിയേക്കാളും കുറച്ചുകൂടെ വലുപ്പത്തിൽ എടുക്കണം. കാരണം അല്പം കട്ടിക്ക് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. ഇനി ആദ്യം ഇതെല്ലാം ഒന്ന് പരത്തിയെടുക്കണം. എല്ലാം ആദ്യം പരത്തിയെടുത്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് തയ്യാറാക്കി തുടങ്ങാം. അപ്പോൾ ഒരല്പം കട്ടിക്ക് ഇതൊന്ന് പരത്തിയെടുക്കുക. നൈസായി പോകരുത്, എങ്കിൽ ഫില്ലിംഗ് ഒക്കെ പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ എല്ലാം തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു ഇതുപോലുള്ള 2 കിണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഈ ഓരോ ചപ്പാത്തി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഒഴിച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഫില്ലിംഗ് ഒക്കെ വെക്കുന്ന സമയത്ത് അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനൊരു 2 രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏതാണ് നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ആ രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. സവോളയും തക്കാളിയും, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും, അല്പം പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 മുട്ട പൊട്ടിച്ച് ഇതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെയായിട്ട് ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് ഇതുപോലെ പച്ചയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് ടേസ്റ്റിന് കുറവൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളത് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അഥവാ നിങ്ങൾക്കത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം ഇട്ട് കൊടുത്താലും മതിയാകും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ വെജിറ്റബിൾസ് അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരുപാട് അധികം ഇടാനും പാടില്ല. അധികം ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടി പുറത്ത് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സവോളയും ക്യാപ്സിക്കവും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരല്പം ചീസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ക്യൂബ് ഷേപ്പിലുള്ള ചീസാണെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതല്ല, നോർമലായിട്ടുള്ള ചീസാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ഞാനിവിടെ സ്പൂൺ കൊണ്ടാണ് ഇതിലേക്ക് കോരി ഇട്ട് കൊടുക്കുന്നത്. ചീസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് ഓപ്ഷണലാണ്. അപ്പോൾ ഞാനിത് രണ്ടിലും ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഒരല്പം ഉപ്പ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചീസിൽ ആവശ്യത്തിന് ഉപ്പുണ്ടാവും, വളരെ കുറച്ച് മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. ചീസ് ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്, പെപ്പർ പൗഡറാണ്. അപ്പോൾ അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലേക്ക് അല്പം ഒന്ന് വിതറി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. അതും കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്നും തന്നെ ചേർക്കാനില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ചപ്പാത്തി ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ രണ്ടിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതിയാകും. അപ്പോൾ 2 രീതിയിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇനി ഇത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനത് ഒരെണ്ണം എടുത്ത് ഇതിലേക്ക് വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചിലപ്പം വിട്ട് വരാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ രണ്ടാമത്തെ രീതിയിൽ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുട്ടയൊന്നും പുറത്തേക്ക് ഒലിച്ച് വരാതെ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ആദ്യം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും ബാക്കി നമ്മളിതിൽ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ള ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡറും ചീസും എല്ലാം തന്നെ നമ്മളിതിൽ മിക്സ് ചെയ്തിട്ട് മുട്ടയും ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലും ചെയ്യാവുന്നതാണ്. പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്, ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം.
യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഓരോ ചപ്പാത്തിയായിട്ട് എടുക്കാം. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴും നല്ല കട്ടി, ചപ്പാത്തിക്ക് നല്ല കട്ടി വേണം കേട്ടോ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതൊന്ന് കൈക്കുള്ളിൽ വെച്ച്, അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കിണ്ണത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡെല്ലാം പിടിച്ച് കൂട്ടി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റി ഉരുട്ടി ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ ആ മുട്ടയുടെ മിക്സ് പുറത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് കൈക്കുള്ളിൽ വെച്ച്, കിണ്ണത്തിൽ വയ്ക്കാതെ കൈക്കുള്ളിൽ വെച്ചും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് കുമ്പിൾ കൊട്ടുന്നത് പോലെ ഒന്ന് ഇതുപോലെ ആക്കിയതിന് ശേഷം മാത്രം ഈ മിക്സ് കോരി ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്കിത് ചുരുട്ടിയെടുക്കാനായിട്ട് എളുപ്പത്തിന് നന്നായിട്ട് അതൊന്ന് പൊക്കി വയ്ക്കുക. അതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ചുരുട്ടി അത് ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കാം. മുകൾ ഭാഗത്ത് എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു പലഹാരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം, എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്